എങ്ങനെയാണ് സ്റ്റേറ്റിനെ UDF സർക്കാരിൻ്റെ കാലത്തെ ബഡ്ജറ്റ് UDF സർക്കാരിൻ്റെ കാലത്തെ പ്രകടന പത്രിക വിഭാവനം ചെയ്തിരിക്കുന്നത്? അതിലെ ആരോഗ്യ പദ്ധതി നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്താ ആരോഗ്യ പദ്ധതിയിൽ പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഒരിക്കൽ കൂടി അത് പറയേണ്ടി വരുന്നു. 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇൻഷുറൻസ് എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാരുണ്യ പദ്ധതി ഇൻഷുറൻസ് അല്ല, അത് അഷുറൻസ് സ്കീമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ പ്രീമിയം ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സ്റ്റേറ്റ് ബഡ്ജറ്റിൽ എത്ര തുക അതിന് മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് എന്നെ ഞെട്ടിക്കുന്ന കാര്യം. ഞാൻ പലതവണ സാമ്പത്തിക വിദഗ്ധരോട് ചോദിച്ചത് എങ്ങനെയാണ് സാധ്യമാകാൻ പോകുന്നത്? 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രീമിയം എത്രയായിരിക്കും? ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള നമ്മുടെ രക്ഷിതാക്കൾ അടക്കമുള്ളവരാണ് ഇതിൽ വരുന്നതെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രീമിയമായിട്ട് വരിക ശരാശരി നമ്മൾ കണക്കൂട്ടൽ എത്ര കുറച്ച് പിടിച്ചാലും ഏകദേശം 25,000 രൂപയോളം പ്രീമിയം ഒരു മാസം സർക്കാർ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നിലവിൽ 75 ലക്ഷം കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ, 75 ലക്ഷം ഹൗസ് ഹോൾഡ്സ് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ നമ്മളത് കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 17,500 കോടി രൂപ വരും. നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തിലുള്ളത് 13,149 കോടിയാണ്. ഏകദേശം 4,300 കോടി രൂപ സ്റ്റേറ്റ് ബഡ്ജറ്റിലെ ആരോഗ്യത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ഈ 13,149 കോടിക്ക് മുകളിലാണ് നമ്മുടെ ബഡ്ജറ്റിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മൊത്തം തുകയേക്കാൾ 4,300 കോടി രൂപ അധികം വേണ്ടിവരും ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കാൻ. ഇത് ആർക്കാ അടയ്ക്കുക? സ്വകാര്യ കമ്പനിക്കായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പരിപാലിക്കേണ്ട, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ സ്ഥാപിക്കേണ്ട, മെഡിക്കൽ കോളേജുകൾ ശക്തമാക്കേണ്ട ഈ ആരോഗ്യ ബഡ്ജറ്റിൽ നിന്ന് അത് ആരോഗ്യ ബഡ്ജറ്റിനും പുറത്തുനിന്നുകൂടി പണം കണ്ടെത്തി സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുത്ത് ഇൻഷുറൻസ് പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറാണോ ഈ UDF മുന്നോട്ട് വയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത്യന്തം അപകടകരമാവില്ലേ? ഇതിനെ കൂട്ടി വായിക്കേണ്ടത് വിദേശത്തു നിന്നുള്ള നിക്ഷേപം, ധാരാളം നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നു. KKR-നെ പോലെ, ബ്ലാക്ക് സ്റ്റോണിനെ പോലെയുള്ള ഏജൻസികൾ വന്ന് നമ്മളുടെ സ്വകാര്യ ആശുപത്രികളിൽ നിക്ഷേപം നടത്തുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഈ ഇൻഷുറൻസ് സ്കീമിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വകാര്യ ചികിത്സാ പദ്ധതി ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ളതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ഇത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർത്ത് കളയുന്ന ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. ഇത് ഒരു കാര്യം.